Hello dear students, welcome to the last episode of Communications. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എല്ലാവർക്കും അറിയാം. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ്, എക്സ് റേസ്, ഗാമ റേസ്. ഈ റേഞ്ചിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന റേഞ്ച് ഏതാ? ഈ സ്പെക്ട്രത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആ റേഞ്ച് ഏതാണ്? നോ ഡൗട്ട് ഇറ്റ് ഈസ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്. റേഡിയോ വേവ്സും മൈക്രോവേവ്സുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻഫ്രാറെഡ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം ഹീറ്റിംഗ് റേഡിയേഷൻസ് ആണ്. ദെൻ വരുന്ന വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായിരിക്കണം? ഹൈ ബാൻഡ് വിഡ്ത്തുള്ള മീഡിയം ആയിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വിസിബിൾ ലൈറ്റും അൾട്രാ വയലറ്റും നമ്മൾ വളരെ ലിറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ് റേസും ഗാമ റേസും വെരി ഹാംഫുൾ ഫോർ ഹ്യൂമൻ ബീയിങ്സ്. ദാറ്റ്സ് വൈ വി ഡിസ്കാർഡ് എക്സ് റേസ് ആൻഡ് ഗാമ റേസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. സോ നമ്മുടെ ഫോക്കസ് ആരുടെ മുകളിലാണ്? റേഡിയോ വേവ്സ് ആൻഡ് മൈക്രോവേവ്സ്. ഇപ്പോൾ കൂടുതലും നമ്മൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നടക്കുന്നത് മൈക്രോവേവ് റീജിയനാണ് നടക്കുന്നത് കേട്ടോ. റേഡിയോ വേവ്സും മൈക്രോവേവ്സും ഹീറ്റിംഗ് റേഡിയേഷൻസ് അല്ല. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ഫ്രീക്വൻസിയാണ്. വെരി ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഗാമ റേസും എക്സ് റേസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അറ്റ്യൂനേഷൻ വളരെയധികം കൂടും. അപ്പോൾ അറ്റ്യൂനേറ്റ് ചെയ്യാതെ ഏത് സിഗ്നൽസ് ആണോ കൂടുതൽ ദൂരം മൂവ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതാ NCERT ബുക്കിലുള്ള ഫിഗറാണ്. എല്ലാ മോഡ് ഓഫ് ഓപ്പറേഷനും ഒരുമിച്ച് കാണിച്ചിരിക്കുന്നു. ഇതാ ടവർ ടു ടവർ കമ്മ്യൂണിക്കേഷൻ. അത് സംടൈംസ് ഇങ്ങനെ ഗ്രൗണ്ടിൽ തട്ടി ഇങ്ങനെ വരാം. അതിനെ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ഇത് ഫ്ലൈറ്റിലൊക്കെ തട്ടി അത് ലോസായി പോകാം. റിഫ്ലക്റ്റ് ചെയ്ത് എവിടേക്ക് വരും നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ അനദർ മോഡ് എന്ന് പറയുമ്പോൾ ഇതാ ഒരു ടവറിൽ നിന്നും സെൻഡ് ചെയ്യുന്നു. നമുക്കിതിന് അയോണോസ്ഫിയർ എന്ന് പറയാം. അയോണോസ്ഫിയർ. അയോണോസ്ഫിയറിൽ തട്ടി ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്ത് വരാം. ഇത് ട്രാൻസ്മിറ്റർ, ഇത് റിസീവർ, അങ്ങനെ വരാം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ അയോണോസ്ഫിയർ പ്രൊപ്പഗേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. ദെൻ വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് വേവ്സ് ആണ്. സ്പേസ് വേവ് നമ്മൾ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളതിനെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. സംടൈംസ് നമ്മൾ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്പേസ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് റേഞ്ചാണ്. സ്പേസ് വേവ് ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജനറലൈസ് ചെയ്യാം. 3 മെത്തേഡാണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് തട്ടിയുള്ള പ്രൊപ്പഗേഷൻ, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. അയോണോസ്ഫിയറിൽ തട്ടിയുള്ള പ്രൊപ്പഗേഷൻ, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. ദെൻ ടവർ ടു ടവർ കമ്മ്യൂണിക്കേഷൻ കാൾഡ് സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷൻ. ഇത് 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഒരു എർത്തിൻ്റെ സർഫസിൽ ഒരു ടവർ, 2 ടവറുകളെന്ന് വിചാരിച്ചോളൂ. ടവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതാ ഒരു ടവർ ഇവിടെ നിന്ന് വിചാരിച്ചോളൂ, ഒരു ടവർ ഇവിടെ നിന്ന് വിചാരിച്ചോളൂ. ഈ ടവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഗ്രൗണ്ട് തട്ടിയിട്ടുള്ള റിഫ്ലക്ഷൻ. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താ അറിയോ? ഗ്രൗണ്ടിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് വേണം അടുത്ത ടവറിലോട്ട് വരാൻ. അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരുപാട് എനർജി അവിടെ അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ടവർ ഉണ്ടല്ലോ, ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഹൈ പവറിൽ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സെൻഡ് ചെയ്യുന്നതിൽ അറൗണ്ട് 90% അധികവും വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഹൈ പവർ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദിസ്. അതുപോലെ തന്നെ വളരെ ഹില്ലി ഏരിയാസ്, ആകെ അതുപോലെ തന്നെ ഒബ്സ്റ്റക്കിൾസിൻ്റെ സൈസൊക്കെ വളരെ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ, ലൈക്ക് ഇപ്പോൾ നമുക്ക് വയനാട്, ഇടുക്കി ഡിസ്ട്രിക്ട്, ഇവിടെയെല്ലാം നമുക്ക് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു മാനേജ്. അപ്പോൾ എന്താണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ? ഇൻ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ, റേഡിയോ വേവ്സ് ട്രാവൽ അലോങ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഫോളോയിങ് കർവേച്ചർ ഓഫ് എർത്ത്. അതുപോലെ തന്നെ ടവർ സെപ്പറേഷൻ മസ്റ്റ് ബി സ്മോൾ. എന്നാലേ ഒരു ടവറിൽ നിന്ന് വരുന്ന സിഗ്നൽ അടുത്ത ടവറിലോട്ട് ഗ്രൗണ്ടിൽ തട്ടി വരും. അതുപോലെ തന്നെ ദീസ് വേവ് ഇൻഡ്യൂസസ് സം കറണ്ട് ഇൻ ദ ഗ്രൗണ്ട്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇൻഡ്യൂസസ് ഓൺ ദ ഗ്രൗണ്ട്. സോ അത് ലോസ് ആണ്. സം എനർജി ലോസ് വിൽ ബി ദർ. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഹൈ പവർ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദിസ്. ദെൻ നമുക്കറിയേണ്ട ഒരു പോയിന്റ്, ആ പ്രോസസ്സിനെ നമ്മൾ പറയാം എർത്ത് അബ്സോർബ് ചെയ്യുന്നതിന് പറയുന്ന പേര് അറ്റ്യൂനേഷൻ എന്നാണ്. അറ്റ്യൂനേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. അറ്റനുവേഷൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഫ്രീക്വൻസി. അപ്പോൾ അതുകൊണ്ട് വെരി ഹൈ ഫ്രീക്വൻസി റേഞ്ചിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല.
അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, യൂഷ്വലി ഒരു 500 കിലോ ഹെർട്സ് തൊട്ട് 1500 കിലോ ഹെർട്സ് വരെയുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ, ദിസ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടിൽസ് ഓവർ മോർ ആൻഡ് മോർ ഡ്യൂ ടു ഡിഫ്രാക്ഷൻ. അത് വേറൊരു പ്രശ്നമാണ്. അതായത് തട്ടി പോകുന്ന സമയത്ത് പല പല ഡയറക്ഷനിലേക്ക് വേവ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, അങ്ങനെ എനർജി ലോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാം. ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോഴുള്ള ഇഷ്യൂ എന്താണ്, നമ്മൾ ഒരുപാട് പവർ വേസ്റ്റാക്കി കളയേണ്ടി വരും. എന്നാൽ മാത്രമേ റിക്വയർഡ് ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് സിഗ്നലിനെ എത്തിക്കാൻ കഴിയുള്ളൂ. ഇവിടെ പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. അതായത് ഇവിടെ ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ വെർട്ടിക്കലി പോളറൈസ് ചെയ്തിരിക്കും. എന്തിനാണ് വെർട്ടിക്കലി പോളറൈസ് ചെയ്യുന്നത്, ഈ ഇലക്ട്രിക് ഫീൽഡുകൾ തമ്മിലുള്ള ഷോർട്ട് സർക്യൂട്ടിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ വെർട്ടിക്കൽ പോളറൈസേഷൻ ചെയ്യാറുണ്ട്. എന്താണ് വെർട്ടിക്കൽ പോളറൈസേഷൻ എന്നുള്ളതെല്ലാം നിങ്ങൾ ഫ്യൂച്ചറിൽ പഠിച്ചോളും കേട്ടോ. അപ്പോൾ എന്താണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ? ഗ്രൗണ്ട് തട്ടിയുള്ള പ്രൊപ്പഗേഷൻ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. എന്താ ഡ്രോബാക്ക്? എനർജി അബ്സോർബ് ചെയ്ത് ആ സിഗ്നൽസിന് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, ഡിസ്റ്റോർട്ടഡ് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളതിന് പറയുന്ന പേര് അറ്റുനേഷൻ എന്നാണ്. അപ്പോൾ അറ്റുനേഷൻ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോ ഫ്രീക്വൻസിയിലേ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫ്രീക്വൻസി റേഞ്ചേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ ടവർ ടു ടവർ കമ്മ്യൂണിക്കേഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണം, അതായത് ലോവർ എയർ ഡെൻസറും മുകളിൽ റയറും വരുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഫോർ എന്ത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഒരു ടവറിൽ നിന്ന് വേറെ ടവറിലേക്ക് വരുമ്പോൾ ചില കേസുകളിൽ ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്ത് അങ്ങനെ വരാം. അങ്ങനെ വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡക്റ്റിംഗ് എന്നാണ് പറയുക. ഡക്റ്റിംഗ്, DUCTING, ഡക്റ്റിംഗ്. അപ്പോൾ ആ വേർഡ് ഓർമ്മിച്ച് വെച്ചോളൂ. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിച്ച് മോർ ഡിസ്റ്റൻസിലോട്ട് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഡക്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ. ദെൻ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. സ്കൈ വേവ്, ദീസ് ആർ വേവ്സ് വിച്ച് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു എർത്ത് ബൈ അയോണോസ്ഫിയർ. ഇതാ ഒരു ടവർ, ആ ടവറിലെ ആൻറ്റിന സിഗ്നൽസിനെ സെൻഡ് ചെയ്തു. ഇതാണ് അയോണോസ്ഫിയർ. അയോണോസ്ഫിയർ എന്ന് പറയുമ്പോൾ 4 ലെയറുകളുണ്ട്. D ലെയർ, E ലെയർ, F1 ലെയർ, F2 ലെയർ. ചെറിയ വേരിയേഷനൊക്കെ വരും അതിൻ്റെ ആ ഹൈറ്റിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഇതാ ഇവിടെ ഈ ലെയറിലെ ആംഗിൾ ഉണ്ടല്ലോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയാൽ എന്ത് സംഭവിക്കും, റിഫ്ലക്റ്റഡ് ബാക്ക്, റിഫ്ലക്റ്റഡ് ടു ദ എർത്ത് സർഫസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റിസീവിങ് സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ ഒരു ടവർ ഉണ്ട് വിത്ത് സം ആൻറ്റിന. അങ്ങനെയാണെങ്കിൽ സിഗ്നലിനെ അയാൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അയോണോസ്ഫിയറിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് കാൾഡ് സ്കൈ വേവ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന റേഡിയോ വേവ്സ് അപ് ടു 2 MHz to 30 MHz വരെയാണ്. 2 MHz to 30 MHz ഫ്രീക്വൻസി റേഞ്ച് ഓർമ്മിച്ചോളൂ. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ വളരെ കൂടിപ്പോയാൽ സേ ഗ്രേറ്റർ ദാൻ 30 MHz ആണെങ്കിൽ സംടൈംസ് ഇറ്റ് മേ ബി എസ്കേപ്പ് ടു ഔട്ടർ സ്പേസ്, പുറത്തോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ 30 MHz മുകളിലോട്ടാണെങ്കിൽ നമുക്ക് പിന്നെ പോസിബിൾ ആയിട്ടുള്ളത് ഒരു പക്ഷേ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പറയുന്നു 40 MHz മുകളിലാണെങ്കിൽ ഒരു കാരണവശാലും ഏത് പോസിബിൾ അല്ല, സ്കൈ വേവ് പ്രൊപ്പഗേഷൻ പോസിബിൾ അല്ല. 2 MHz to 30 MHz ആണ് ഐഡിയൽ. 30 to 40 എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് സിഗ്നൽ എസ്കേപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വി ലിമിറ്റഡ് ദ ഫ്രീക്വൻസി റേഞ്ച് ഫ്രം 2 MHz to 30 MHz. ഓർമ്മിക്കുക, ഇവിടെ ഈ അയോണോസ്ഫിയറിൽ നടക്കുന്നത് പ്യുവർ റിഫ്ലക്ഷൻ അല്ല, ഇറ്റ് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. കാരണം ഈ അയോണോസ്ഫിയറിൻ്റെ ലെയറുകൾ എന്ന് പറയുമ്പോൾ ഓരോന്നും ഡിഫറൻറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് നടക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ സ്കൈ വേവ്സ് ആർ യൂസ്ഡ് ഫോർ വെരി ലോങ് ഡിസ്റ്റൻസ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, മീഡിയം ആൻഡ് ഹൈ ഫ്രീക്വൻസീസ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ ചെയ്യുന്നത് വെരി വെരി ഹൈ ഫ്രീക്വൻസി അല്ല. കമ്പയർഡ് ടു ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ദ ഫ്രീക്വൻസി റേഞ്ച് യൂസ്ഡ് ഫോർ ദിസ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ ഈസ് ലിറ്റിൽ മച്ച് ഗ്രേറ്റർ. ഓക്കെ, സോ 2 MHz to 30 MHz ആണ് പ്രിഫേർഡ് വാല്യൂ ഫ്രീക്വൻസി റേഞ്ച് ഫോർ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ. നമുക്കിനി ഈ അയോണോസ്ഫിയറിൻ്റെ ലെയറുകളെക്കുറിച്ചും അവരുടെ പ്രസൻസ് ആബ്സെൻസിനെ കുറിച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യെസ്, നിങ്ങളുടെ NCERT ബുക്കിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറും അതിൻ്റെ ആക്ഷനുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നെയിം ഓഫ് ദ മീഡിയം ലെയർ ട്രോപ്പോസ്ഫിയർ, നിങ്ങൾക്കറിയാം അറൗണ്ട് 10 kilometers ഹൈറ്റ് വരെയാണ് ട്രോപ്പോസ്ഫിയർ ഉള്ളത്. ഡേയിലും നൈറ്റിലും പ്രസൻ്റ് ആണ്. അതിന് വെരി ഹൈ ഫ്രീക്വൻസിയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അപ് ടു സെവറൽ GHz. അതോടെ നിൽക്കട്ടെ. നമ്മൾ വരുന്നു അയോണോസ്ഫിയറിലോട്ട് വരുന്നു.
ഈ അയോണോസ്ഫിയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് നിങ്ങൾ നോക്കൂ, 65 to 75, 100, 170 to 190, 300 കിലോമീറ്റർ അറ്റ് നൈറ്റ്, 250 to 400 അറ്റ്. അപ്പോൾ അറൗണ്ട് 65 തൊട്ട് 400 കിലോമീറ്റർ വരെ ആരാണ്? അയോണോസ്ഫിയർ ആണ്. അയോണോസ്ഫിയർ 4 ലെയറുകളാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ പറയുന്നു ഡി ലെയർ. ഡി ലെയറിൻ്റെ ഹൈറ്റ് വരുന്നത് 65 to 75 കിലോമീറ്റർ ആണ്. അത് ഡേയിൽ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. നൈറ്റിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം സൺലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ടു മച്ച് ഡിക്രീസ്ഡ്. അങ്ങനെയാണെങ്കിൽ ഡി ലെയർ നൈറ്റിൽ ഡിസപ്പിയർ ചെയ്യുന്നു. ഇപ്പോൾ ഡേ ടൈമിൽ മാത്രമേ ഡി ലെയർ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ് റിഫ്ലക്ട്സ് ലോ ഫ്രീക്വൻസി, അബ്സോർബ് മീഡിയം ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി ടു സം ഡിഗ്രി. അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഇറ്റ് ഈസ് ഏബിൾ ടു റിഫ്ലക്ട് ലോ ഫ്രീക്വൻസി, അബ്സോർബ് മീഡിയം ഫ്രീക്വൻസി ആൻഡ് ഹൈ ഫ്രീക്വൻസി. വെരി ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ അത് പെനട്രേറ്റ് ചെയ്ത് പോകും, അതായത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. ദെൻ സെക്കൻഡ് ലെയർ വരുന്നത് ഈ ലെയറാണ്. ഈ ലെയർ DE, ഈ ലെയർ എന്ന് പറയുമ്പോൾ ഒരു 100 കിലോമീറ്റർ റേഞ്ചിലാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതും ഡേ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഹെൽപ്സ് സർഫസ് വേവ്സ് റിഫ്ലക്ട്സ് ഹൈ ഫ്രീക്വൻസി. ഇപ്പം നമുക്ക് ഇവിടെ ആ ലെയറിലാണ് സാധാരണ എന്ത് സംഭവിക്കാറുള്ളത്? ഈ അയോണോസ്ഫിയർ റിഫ്ലക്ഷൻ നടക്കുന്നത്. ആ ലെയറിൽ നിന്ന് പുറത്തോട്ട് കടക്കാൻ നോക്കുമ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ദെൻ F1 ലെയർ 170 തൊട്ട് 190 കിലോമീറ്റർ വരെയാണ്. ഡേ ടൈം മെർജസ് വിത്ത് F2 അറ്റ് നൈറ്റ്. ഡേ ടൈമിലും പ്രസൻ്റ് ആണ്, നൈറ്റിലും പ്രസൻ്റ് ആണ്. പക്ഷേ ഇനി നിങ്ങളൊരു ലെയർ കൂടെ പഠിക്കാനുണ്ട്, F2 ലെയർ. ഈ F1 ലെയറും F2 ലെയറും കൂടെ എന്ത് ചെയ്യും? മെർജാവും. ഇപ്പോൾ നൈറ്റിൽ പാർഷ്യലി അബ്സോർബ് ഹൈ ഫ്രീക്വൻസി വേവ്സ് അറ്റ് അലൗവിങ് ദം ടു റീച്ച് F2. ദെൻ ഫൈനലി F2 ലെയർ തെർമോസ്ഫിയറിലാണത് വരുന്നത്. 300 കിലോമീറ്റർ അറ്റ് നൈറ്റ്, 250 to 400 കിലോമീറ്റർ ഡ്യൂറിങ് ഡേ ടൈം. ഡേയിലും നൈറ്റിലും പ്രസൻ്റ് ആണ്. ഞാൻ പറഞ്ഞു നൈറ്റിൽ ഇവർ രണ്ടുപേരും കൂടെ മെർജ് ചെയ്യും. അപ്പോൾ എഫിഷ്യൻ്റ്ലി റിഫ്ലക്ട് ഹൈ ഫ്രീക്വൻസി വേവ് പർട്ടിക്കുലർലി അറ്റ് നൈറ്റ്. അപ്പോൾ നമുക്ക് ഈ അയോണോസ്ഫിയർ പ്രൊപ്പഗേഷനിൽ നമുക്ക് പറയാൻ നൈറ്റിൽ കാര്യമായ റിഫ്ലക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ F1 ആൻഡ് F2 ലെയറിലാണ്. രാത്രി രണ്ടും കൂടെ ചേർന്ന് നമ്മൾ F ലെയർ എന്നാണ് പറയും. രണ്ടും കൂടെ ചേർന്ന് F ലെയർ എന്ന് പറയും. ഇപ്പം നൈറ്റിൽ കാര്യമായി നമ്മൾ സ്കൈ വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഈ F ലെയറിലാണ്. F ലെയർ ഈസ് എ കോമ്പിനേഷൻ ഓഫ് F1 ആൻഡ് F2 ലെയർ കേട്ടോ. അപ്പോൾ ഈ 4 ലെയറുകളെയും കൂടെ ചേർത്ത് ഒരുമിച്ച് പറയുന്ന പേരാണ് അയോണോസ്ഫിയർ. അയോണോസ്ഫിയറിൽ ഡി ലെയറിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി അല്ല, F ലെയറിലെ അല്ല, ഈ ലെയറിൽ ഡിഫറൻ്റ് ആണ് കേട്ടോ. ഔട്ട് ഓഫ് സിലബസ് ആണ്, എന്നാലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് മേ ബി എൻട്രൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 പോയിൻറ്റ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. ഇപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത് സർഫസ്. എർത്തിൻ്റെ കർവേച്ചർ ഞാനിവിടെ കാണിച്ചിട്ടില്ല. ഇതാ 2 ടവറുകൾ, ടവർ നമ്പർ 1, ടവർ നമ്പർ 2, സെപ്പറേറ്റഡ് ബൈ എ വെരി ലാർജ് ഡിസ്റ്റൻസ്. നമുക്കറിയാം ഇതാണ് അയോണോസ്ഫിയർ. കുറേ ലെയറുകളുണ്ട് അയോണോസ്ഫിയർ. അപ്പോൾ ഈ ടവറിൽ നിന്നും നമ്മളൊരു സിഗ്നലിനെ സെൻഡ് ചെയ്തു. ഇത് ഏതോ ഒരു ആംഗിൾ, ഒരു പെർട്ടിക്കുലർ ആംഗിൾ കാൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ലെയറിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇഫ് ദാറ്റ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ട് വി സേ ക്രിട്ടിക്കൽ ആംഗിൾ, then it reflected back, reflected not back, reflected to the other tower. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് തീറ്റ C എന്ന് കൊടുക്കാം. ഈ ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിൻ്റെ വാല്യൂ നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി 0 ആക്കുക. ദാറ്റ് ഈസ് വിച്ച് റിഫ്ലക്റ്റഡ് ടു എർത്ത് ബൈ അയോണോസ്ഫിയർ ആഫ്റ്റർ ഹാവിങ് സെൻഡ് സ്ട്രെയിറ്റ് ടു ഇറ്റ്. അതായത് നേരെ നിങ്ങൾ സെൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ, അതായത് ഫസ്റ്റ് ലെയറിലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് വെരി 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 സ്മോൾ. അറ്റ് ദാറ്റ് ടൈം നമുക്കൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വരെ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുടെ മുകളിലേക്ക് പോയാൽ അത് എന്ത് സംഭവിക്കും? പെനട്രേറ്റ് ചെയ്ത് അങ്ങ് പോവും. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് സെൻഡ് ചെയ്യുന്ന സമയത്ത് സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. It is defined as highest frequency of radio wave which gets reflected to earth by ionosphere after having been sent straight to it. Okay. And from experiments ആ വാല്യൂ നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചോളൂ. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ആണ് FC is equal to 9 times n maximum all raised to half. Here n maximum is the electron density in that layer. ഏത് ലെയറിൽ നിന്നാണോ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ആ ലെയറിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് n maximum. ഈ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഡിറൈവ്ഡ് റിസൾട്ടാണ്. നിങ്ങളത് ഓർമ്മിച്ച് വയ്ക്കുക. കാരണം ഒരു വലിയ ഡെറിവേഷൻ്റെ ഫൈനൽ റിസൾട്ടാണ്, ഫൈനൽ പോർഷനാണത്. ആ ഭാഗം നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഒരു ഫ്യൂ ഇയേഴ്സ് ബാക്ക്, ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു 10 years ബാക്ക്
ഈ ക്വസ്റ്റ്യൻ എൻട്രൻസിന് ചോദിച്ചിരുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ 9 times n maximum all raised to half. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് റേഡിയോ വേവ് വിച്ച് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ടു എർത്ത് ബൈ അയോണോസ്ഫിയർ ആഫ്റ്റർ ഹാവിംഗ് ബീൻ സെൻഡ് സ്ട്രൈറ്റ് ടു ഇറ്റ്. If the frequency we send is greater than critical frequency, it may escape into outer space. Then satellite communication is the only solution. Okay. Another terminology നോക്കൂ, maximum usable frequency, MUF. എന്താ MUF? It is the highest frequency of radio wave which when sent at some angle of incidence theta towards ionosphere get reflected and returned to the earth. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് നമ്മുടെ എർത്ത്. 2 ടവറുകളുണ്ട്. ആ ടവറിൽ 2 ആൻറ്റിനാസ് ഉണ്ട്. ടവർ നമ്പർ 1 ആൻറ്റിന സിഗ്നലിനെ സെൻഡ് ചെയ്തു, ഇത് അയോണോസ്ഫിയറിലെത്തി. പിന്നെ അത് അങ്ങനെ പോയി തിരിച്ചിവിടേക്ക് വന്നു. ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ കീപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫ്രീക്വൻസിയുടെ വാല്യൂ, സെൻഡ് ചെയ്ത ഫ്രീക്വൻസി വളരെ വലിയ വാല്യൂ ആയി പോയാൽ അങ്ങനെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കാതെ എസ്കേപ്പ് ആയി പോകും. അയോണോസ്ഫിയർ പെനട്രേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിളിൽ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഫ്രീക്വൻസിയെ പറയുന്ന പേരാണ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. സ്ട്രൈറ്റ് ആകുമ്പോൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയെ നമ്മൾ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് റേഡിയോ വേവ് വിച്ച് വെൻ സെൻഡ് അറ്റ് സം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ ടുവേർഡ്സ് അയോണോസ്ഫിയർ ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് റിട്ടേൺസ് ടു ദ എർത്ത്. അപ്പോൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷനാണ് MUF ഈസ് ഈക്വൽ ടു FC ബൈ കോസ് തീറ്റ. അതായത് FC ഇൻറ്റു സീക്ക് തീറ്റ, ഓർ FC എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു n maximum all raised to half into sec theta. ഓർമ്മിച്ച് വയ്ക്കാം, ഈ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയുടെ ലിമിറ്റിംഗ് കേസാണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി. എപ്പോഴാണ് ഈ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയെ ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് പറയുക? ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0 വരുമ്പോൾ, അതായത് എങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് മുകളിലോട്ട് സെൻഡ് ചെയ്യുക. സ്ട്രൈറ്റ് ആയിട്ട് മുകളിലോട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ലിമിറ്റിംഗ് കേസ് എന്ന് പറയാം. അപ്പോൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി. കോസ് 0 1 MUF ഈസ് ഈക്വൽ FC. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഓർമ്മിച്ച് വെച്ചോളൂ. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി നമ്മൾ പറയുന്നത് ഒരു ആംഗിൾ സെൻഡ് ചെയ്യുമ്പോഴാണ്, സ്ട്രൈറ്റ് ആയിട്ട് സെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത്? ക്രിട്ടിക്കൽ ഫ്രീക്വൻസിയെക്കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അനദർ ഇമ്പോർട്ടൻറ്റ് ടേം സ്കിപ്പ് ഡിസ്റ്റൻസ്. ഒരു 6 years ബാക്ക് കേരള എൻട്രൻസും ചോദിച്ചിരുന്നു കേട്ടോ. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ട്രാൻസ്മിറ്റർ അലോങ് ദ സർഫസ് അറ്റ് വിച്ച് സ്കൈ വേവ്സ് ഓഫ് ഫിക്സ്ഡ് ഫ്രീക്വൻസി ബട്ട് മോർ ദാൻ FC സെൻഡ് ബാക്ക് ടു എർത്ത്. അതായത് ഇതാ എയർ സർഫസ്, നമ്മൾ 2 ടവറുകൾ വരയ്ക്കുന്നു. ഇതാ 2 ടവറുകൾ. ഇവിടെ നമ്മൾ അയോണോസ്ഫിയർ ഉണ്ട്. ഈ അയോണോസ്ഫിയറിൽ പോയി അത് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് സ്കിപ്പ് ഡിസ്റ്റൻസ്. What is skip distance? It is the smallest distance from transmitter along the air surface at which sky wave of a fixed frequency but more than critical frequency is sent back to earth. കേട്ടോ, അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനും റിസീവർ സ്റ്റേഷനും തമ്മിലുള്ള സെപ്പറേഷൻ എലോങ് ദ സർഫസ് ഓഫ് ദ എർത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സ്കിപ്പ് ഡിസ്റ്റൻസ്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടവർ ഇട്ടാൽ ഗ്രൗണ്ടിൽ തട്ടി ഇങ്ങനെ വരാം അല്ലേ? ഗ്രൗണ്ടിൽ തട്ടി വരാം. അതിനെ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഈ ഒരു റീജൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റീജണിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ സ്കൈ വേവ് പ്രൊപ്പഗേഷനും പോസിബിൾ അല്ല ഈ ഒരു റീജണിലേക്ക്. അങ്ങനെ ആ റീജനെ നമ്മൾ സ്കിപ്പ് സോൺ എന്ന് പറയാറുണ്ട്. സ്കിപ്പ് സോൺ. അപ്പോൾ സ്കിപ്പ് ഡിസ്റ്റൻസ്, സ്കിപ്പ് സോൺ, ജസ്റ്റ് നിങ്ങൾ അതിലൂടെ ഒന്ന് പോകണം. കാരണം അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒന്നുമല്ല. എൻട്രൻസിന് കണ്ടിട്ടുണ്ട്, നേരത്തെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. Okay, so that's about sky wave propagation. Third mode of operation, space wave propagation. എന്താണ് space wave? The space wave propagation is also called line of sight propagation. The line of sight distance is the distance between transmitting antenna and receiving antenna at which they can see each other. എന്താ? ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, റിസീവിങ് ആൻറ്റിന, ഇവർ തമ്മിൽ ഒരേ ലൈനിൽ വരുന്നു. ഈ ഡിസ്റ്റൻസ് ആണ്, ഇതിനെയാണ് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ഒരു ടവറും അടുത്ത ടവറും തമ്മിൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
ദെൻ ആ ടവറിൽ തന്നെ ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിയും. കേട്ടല്ലേ? അപ്പോൾ ഒരു ആൻറ്റന എന്ന് പറയുമ്പോൾ അതിനകത്ത് റിസീവിങ് ആൻറ്റന ഉണ്ടായിരിക്കും, അതുപോലെ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റന ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ 2 ടവറുകളെ ബേസ് ചെയ്ത് ഈ ആൻറ്റനകളെ കുറിച്ച് പറയുമ്പോൾ 2 ആൻറ്റനാസും ഒരേ ലൈനിൽ വരണം. അതുതന്നെ വലിയൊരു ടാസ്ക്കാണ്. 2 ആൻറ്റനകളെ ലൈൻ ഓഫ് സൈറ്റിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ഹെർക്കുലിയൻ ടാസ്ക്. ഓക്കെ, ദെൻ വാട്ട് ഈസ് സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ? സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ നമ്മൾ പറയുന്ന ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനും അതുപോലെ റിസീവിംഗ് സ്റ്റേഷനും ഒരു ലൈനിൽ വരണം കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്പേസ് വേവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി റേഞ്ച് ഏകദേശം നോക്കൂ നിങ്ങൾ 30 മെഗാഹെർട്സിന് മുകളിലേക്ക് 30 മെഗാഹെർട്സ് ടു 300 മെഗാഹെർട്സ് റേഞ്ചാണ്. ഞാൻ പറഞ്ഞല്ലോ അപ് ടു 30 മെഗാഹെർട്സ് വരെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കമോൺ, സ്കൈ വേവ് യൂസ് ചെയ്യുന്നത്. 30 മെഗാഹെർട്സിന് മുകളിലേക്കാണെങ്കിൽ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അൾട്രാ ഹൈ ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് 300 ടു 3000 മെഗാഹെർട്സ് വരെയുള്ള റേഞ്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുകളിലേക്ക്, അതായത് ഇപ്പോൾ ഈ റേഞ്ചിലുണ്ടല്ലോ 30 മെഗാഹെർട്സ് മുകളിലേക്ക് പോയി ഒരു 40 മെഗാഹെർട്സ് റേഞ്ചിലോട്ട് കടന്നാൽ നമുക്ക് ഇതിനൊപ്പം തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും പോസിബിളാണ്. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ 30 മെഗാഹെർട്സ് ടു 300 മെഗാഹെർട്സ് റേഞ്ചിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സ്പേസ് വേവ് കമ്മ്യൂണിക്കേഷനിൽ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുമാണ്. ഓക്കെ, ദെൻ നമുക്ക് ഒരു കാര്യം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒരു ടവറിൻ്റെ ഹൈറ്റ്, അതായത് കവറേജ് ഏരിയ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. ആൻറ്റിന ഹൈറ്റ് കാണാനുള്ള ഇക്വേഷനാണ് കേട്ടോ. നോക്കൂ, സപ്പോസ് ദിസ് ഈസ് എർത്ത് ഒരു സ്ഫിയർ ആണ്. എർത്തിൻ്റെ റേഡിയസ് ആണ് R. ദെൻ എർത്തിൻ്റെ റേഡിയസ് R, അതുപോലെ ആൻറ്റിനയുടെ ഹൈറ്റ് H ആണ്, H. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആൻറ്റിന സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആൻറ്റിനയ്ക്ക് ചുറ്റുപാടുള്ള ഏരിയയിലേക്ക് എല്ലാം സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഈ ഫിഗറിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആംഗിൾ 90 ഡിഗ്രി ആക്കി എടുത്തോളൂ, 90 ഡിഗ്രി. അപ്പോൾ എന്താ എഴുതാം? R² + D² ഈസ് ഈക്വൽ R² + D² ഈസ് ഈക്വൽ ടു കമോൺ R² + D² ഈസ് ഈക്വൽ ടു R + H the whole square. പൈതഗോറസ് തിയറം. സോ R² + D² ഈസ് ഈക്വൽ ടു R² + 2RH + H². അതിൽ R² ക്യാൻസലായി. സോ D² ഈസ് ഈക്വൽ ടു 2RH + H². നമുക്കറിയാം ഒരു ആൻറ്റിനയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചതാണ്. H ഈസ് ആൾവേസ് വെരി 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 ലെസ് ദാൻ റേഡിയസ് ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ നോ ഡൗട്ട് ആൻറ്റിന ഹൈറ്റ് ഈസ് വെരി വെരി സ്മോൾ. അങ്ങനെയാണെങ്കിൽ H ഈസ് നോട്ട് ഈക്വൽ ടു 0, H² അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്താക്കി എടുക്കാം? 0 ആക്കി എടുക്കാം. H² 0 ആക്കി എടുക്കാം. സോ D² ഈസ് ഈക്വൽ ടു 2RH എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ D ഈസ് ഈക്വൽ ടു √2RH എന്ന് എടുക്കാം. നോക്കൂ, ഇനി ഇപ്പോൾ ഞാൻ എർത്ത് സർഫസ് എടുക്കുന്നു. ഇതാണ് എർത്തിൻ്റെ ഒരു സർഫസ്, പ്ലെയിൻ സർഫസ്. ഹൈറ്റ്, ആൻറ്റിനയുടെ ഹൈറ്റ് 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ആ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെരി വെരി സ്മോൾ അല്ലേ, അതായത് ഈ ഹൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, കവറേജ് ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസും ഈ D എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും അപ്രോക്സിമേറ്റ്ലി സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനവിടെ ഈ ടവറിന് താഴെ ഒരു D ഡിസ്റ്റൻസ് വരെയാണ് നമുക്ക് സിഗ്നൽസ് കിട്ടുന്നത്. അതായത് ഇത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എർത്തിൻ്റെ സർഫസിൽ. അപ്പോൾ ആ കവറേജ് ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? കവറേജ് ഏരിയ A ഈസ് ഈക്വൽ ടു π ഇൻറ്റു സർക്കുലറാക്കി എടുത്താൽ π ഇൻറ്റു R², ഇവിടെ π ഇൻറ്റു D². സോ കവറേജ് ഏരിയ A ഈസ് ഈക്വൽ ടു π ഇൻറ്റു 2 ഇൻറ്റു RH. ഇതാണ് കവറേജ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അതായത് ഈ ടവറിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ഈ ടവർ നിൽക്കുന്ന പോയിന്റ് അവിടെ നിന്നും നമുക്ക് എർത്തിൻ്റെ സർഫസ് ഒരു പ്ലെയിൻ സർഫസ് ആക്കി എടുക്കുകയാണെങ്കിൽ ആ പ്ലെയിൻ സർഫസിൽ ദിസ് മച്ച് ഏരിയയാണ് അവർ കവർ ചെയ്യുന്നത്, ദാറ്റ് പെർട്ടിക്കുലർ ടവർ കവർ ചെയ്യുന്നത്. സോ കവറേജ് ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു H. നമുക്കറിയാം π ഈസ് എ കോൺസ്റ്റൻറ്റ്, 2 ഈസ് എ കോൺസ്റ്റൻറ്റ്, R ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ കവറേജ് ഏരിയ A ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു H. അപ്പോൾ കൂടുതൽ ഏരിയയിലേക്ക് നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ, കവറേജ് കിട്ടണമെങ്കിൽ നമ്മൾ ടവറിൻ്റെ ഹൈറ്റും കൂട്ടി വെക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ ഓർമ്മിക്കുക D എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസാണ് നമ്മൾ D ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി അത് ടവറിൻ്റെ ബേസിൽ നിന്നും എത്ര ദൂരം വരെയാണോ കവറേജ് ഉള്ളത് അത്രയും വരെയുള്ള ഡിസ്റ്റൻസ്. നമുക്കത് പ്ലെയിൻ സർഫസ് ആക്കി എടുക്കേണ്ടി വരും. കാരണം ഫോർ അസ് ഇറ്റ് ഈസ് നോട്ട് കർവ്ഡ് സർഫസ്, ഇറ്റ് ഈസ് നോട്ട് ആർക്ക് ഓർ സംതിങ് ഹെമിസ്ഫിയർ, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ പ്ലെയിൻ സർഫസ്. ഓക്കെ, അപ്പോൾ ആ പ്ലെയിൻ സർഫസിൽ എത്ര ഏരിയയിലാണ് നമുക്ക് ആ പർട്ടിക്കുലർ ആൻറ്റിനയ്ക്ക് കവറേജ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഓർമ്മിച്ച് വെച്ചോളൂ. 2πRH ഏരിയ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്.
അതുപോലെ തന്നെ നിങ്ങളോട് പോപ്പുലേഷൻ കവേർഡൊക്കെ ചോദിക്കും, എത്ര ആളുകളാണ് ഈ കമ്മ്യൂണിക്കേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ കവറേജ് ഏരിയ അറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോപ്പുലേഷൻ കവേർഡ് കാണാം. പോപ്പുലേഷൻ കവേർഡ് ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻറ്റു കവറേജ് ഏരിയ. പ്രോബ്ലംസ് വരാറുണ്ട്, ശ്രദ്ധിക്കണം. പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻറ്റു കവറേജ് ഏരിയ. അതുപോലെ തന്നെ ഇതാ 2 ടവറുകൾ, ടവർ നമ്പർ 1, ടവർ നമ്പർ 2, ദേ ആർ ഇൻ ലൈൻ ഓഫ് സൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 2 ടവറുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ D1 + D2. അപ്പോൾ ഒരാളുടെ ട്രാൻസ്മിറ്റിംഗ് റേഞ്ചും മറ്റൊരാളുടെ റിസീവിംഗ് റേഞ്ചും. അപ്പോൾ ഈ 2 ടവറുകൾക്ക് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ അവർ തമ്മിലുള്ള സെപ്പറേഷൻ D1 + D2, വേർ D1 ഈസ് ഈക്വൽ ടു √2h R1. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം കേട്ടോ, D1 ഈസ് ഈക്വൽ ടു √2RHT plus D2 is equal to √2RHR. HR is the height of the receiving antenna, HT is the height of the transmitting antenna. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഈ 2 ടവറുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ NCERT-യിൽ ഒരു പ്രോബ്ലം ഉണ്ട്. വാട്ട് ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദം? √2RHT plus √2RHR. ഓക്കെ, അപ്പോൾ ഒരാളുടെ കവറേജ് ഡിസ്റ്റൻസും ഒരാളുടെ റിസീവ് ചെയ്യുന്ന ഡിസ്റ്റൻസും അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ 2 ടവറുകൾ തമ്മിലുള്ള സെപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു അപ്രോക്സിമേഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. H ഈസ് വെരി ലെസ് ദാൻ R. എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടവറിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആൻറ്റിന വെച്ചിരിക്കുന്ന ഹൈറ്റ് ഈസ് ടു സ്മോൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാണ്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. സാറ്റലൈറ്റ് ഇതിപ്പോൾ ഞാൻ മീൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. സാറ്റലൈറ്റ്സിനെ മെയിൻലി നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പാസീവ് സാറ്റലൈറ്റ്സും ആക്റ്റീവ് സാറ്റലൈറ്റ്സും. പാസീവ് സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിൽ നിന്നുള്ള സിഗ്നൽസ് ചെല്ലുന്നു, ജസ്റ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോരുന്നു. മൂൺ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാസീവ് സാറ്റലൈറ്റ്സ്. അതായത് വേറെ പ്രോസസ്സിംഗ് ഒന്നുമില്ല, ഇവിടെ നിന്ന് ചെല്ലുന്ന സിഗ്നൽസ് അവിടെ തട്ടി തിരിച്ചു വരുന്നു, റിഫ്ലക്ഷനാണ്. എന്താ ഇഷ്യൂ? നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്യുന്ന സിഗ്നൽസിൻ്റെ പവർ ഭയങ്കര കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ പോയി തിരിച്ചു വരാൻ കഴിയൂ. കാരണം റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സെർട്ടൻ പാർട്ട് വിൽ ബി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് സം അതർ ഫോംസ് ഓഫ് എനർജീസ്. അപ്പോൾ അറ്റുനേഷനൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ പാസീവ് സാറ്റലൈറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യാറില്ല. മൂൺ ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാസീവ് സാറ്റലൈറ്റ്സ്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത് ആക്റ്റീവ് സാറ്റലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് നിങ്ങൾ ഓൾറെഡി ഗ്രാവിറ്റേഷനിൽ കണ്ടതാണ്. എന്താ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്? കമോൺ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ദേ ആർ റിവോൾവിങ് അറ്റ് എ ഹൈറ്റ് 36,000 കിലോമീറ്റർ ഫ്രം എർത്ത് സർഫസ്. റിവോൾവ് ചെയ്യുമ്പോഴേ എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ 36,000 കിലോമീറ്റർ ഹൈറ്റിലാണ് അവർ റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണത് ജിയോ സ്റ്റേഷനറി ആവുന്നത്? കാരണം എർത്ത് റിവോൾവ് ചെയ്യുന്ന അതേ ടൈം പീരീഡിൽ തന്നെയാണ് നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? എർത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അത് സ്റ്റേഷനറി ആയി നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ഇനി നമ്മളൊരു ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും സിഗ്നൽ സെൻഡ് ചെയ്യുന്നു. ആ സിഗ്നലിനെ ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് കളക്ട് ചെയ്യുന്നു, ട്രാൻസ്പോണ്ടർ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ലേസർ ടെക്നോളജി എല്ലാം ഉപയോഗിക്കും. ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സാറ്റലൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യും. ഒരുപാട് സാറ്റലൈറ്റ്സ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റൽസാറ്റ്, ഇൻസാറ്റ്, ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർഗനൈസേഷൻ, അവരുടെയാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് സെൻഡ് ചെയ്യുന്നു. ആ ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ നമ്മൾ അപ്ലിങ്ക് സിഗ്നൽ എന്ന് പറയും. അപ്ലിങ്കിങ് സിഗ്നൽ, അപ്ലിങ്ക്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു, അപ്ലിങ്കിങ് ഫ്രീക്വൻസിയും ഡൗൺലിങ്കിങ് ഫ്രീക്വൻസിയും സെയിം അല്ല. ദെൻ അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് റിസീവർ സ്റ്റേഷനിലോട്ട് വന്നു. റിസീവിങ് ആൻറ്റിന, നമ്മളതിനെ ഡൗൺലിങ്കിങ് സിഗ്നൽ എന്ന് പറയും. ഡൗൺലിങ്ക് സിഗ്നലിൻ്റെ ഫ്രീക്വൻസീസ് ഡിഫറൻറ്റ്. കാരണം ഇവിടെയുള്ള ഈ ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്ന ഡിവൈസ് അതൊരു റിപ്പീറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന പറയും. റിപ്പീറ്റർ. എന്താ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ? ആ വരുന്ന സിഗ്നലിനെ കളക്ട് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ചെയ്ത് ആവശ്യമെങ്കിൽ ആംപ്ലിഫൈ ചെയ്ത് ഫ്രീക്വൻസി കൺവെർട്ട് ചെയ്ത് ഫ്രീക്വൻസി മാറ്റി റീസെൻഡ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ റിപ്പീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റർ എന്ന് പറയുമ്പോൾ ഓൺലി ആംപ്ലിഫയർ മാത്രമല്ല, ആ ആംപ്ലിഫയിങ് ഇതിനൊപ്പം തന്നെ അയാൾക്ക് ഫ്രീക്വൻസി മാറ്റാനുള്ള കഴിവ് കൂടെ ഉണ്ട്. കാരണം അപ്ലിങ്കിങ് ഫ്രീക്വൻസിയും ഡൗൺലിങ്കിങ് ഫ്രീക്വൻസിയും ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. യൂഷ്വലി ഒരു 40 മെഗാഹെർട്സിന് മുകളിലാണെങ്കിലാണ് സാധാരണ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. 40 മെഗാഹെർട്സിന് താഴെയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഏത് ഉപയോഗിക്കും? ഗ്രൗണ്ട് വേവോ, സ്കൈ വേവോ, സ്പേസ് വേവ്, ലൈൻ ഓഫ് സൈറ്റ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന അതേ റേഞ്ചിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെക്കാനിസമാണ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. എബവ് 40 മെഗാഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നത്.
കുറച്ചുകൂടെ ഹൈ ഫ്രീക്വൻസിയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മുടെ അയോണോസ്ഫിയർ എല്ലാം പെനിട്രേറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ദെൻ നമുക്കറിയേണ്ടത് ഗ്ലോബൽ കവറേജ്. ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 120 ഡിഗ്രി മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഗ്ലോബൽ കവറേജ്, വേൾഡ് വൈഡ് കവറേജ് കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് 3 സാറ്റലൈറ്റ്സ് എങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളെ ജിയോ സിൻക്രണസ് സാറ്റലൈറ്റ്സ് എന്നും പറയാറുണ്ട്. അതിൻ്റെ കാരണം ടൈം പീരീഡ് ഓഫ് എർത്ത് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ആൻഡ് ടൈം പീരീഡ് ഓഫ് സാറ്റലൈറ്റ് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ആർ ഈക്വൽ. അതുകൊണ്ടാണ് അവർ 36,000 കിലോമീറ്റർ അകലെ പോയിട്ട് കറങ്ങേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് അടുത്ത് കറങ്ങാമായിരുന്നു. നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് കറങ്ങുന്ന സാറ്റലൈറ്റ്സ് ആണ് നമ്മൾ പോളാർ സാറ്റലൈറ്റ്സ് എന്നാണ് പറയുക. അവർ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ല ഉപയോഗിക്കുന്നത്, വെതർ ഫോർകാസ്റ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റുകളെ നമ്മൾ പറയുന്ന പേര് ജിയോ സിൻക്രണസ് ഓർ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്നാണ്. അവരുടെ ടൈം പീരീഡ് അറൗണ്ട് 24 hours ആണ്. അപ്പോൾ അവിടേക്ക് എത്ര ഹൈറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും? 36,000 കിലോമീറ്റർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. എർത്തിൻ്റെ റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് 6 times ഹൈറ്റിലാണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്നത്. പിന്നെ സാറ്റലൈറ്റ് പലപ്പോഴും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഓരോ രാജ്യങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ടൊന്നും നമുക്ക് സാറ്റലൈറ്റിനെ സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് അതോറിറ്റീസ് ഉണ്ട്, വേൾഡ് വൈഡ് അതോറിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ റീജിയൻ വൈസ് അതോറിറ്റീസ് ഉണ്ട്. നമുക്ക് അറബ് സാറ്റ് ഫാമിലി ഉണ്ട്, യൂറോ സാറ്റ് ഫാമിലി ഉണ്ട്. ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നമുക്കറിയാം ഇൻറ്റൽസാറ്റ്, ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർഗനൈസേഷനാണ് ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് റെൻറ്റിനെടുക്കാം. നമുക്കൊരു ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റാണ് നമ്മൾ റെൻറ്റിനെടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഇൻറ്റൽസാറ്റ് ഫാമിലിയിലെ ഒരു സാറ്റലൈറ്റിൽ നിന്നും ഒരു ട്രാൻസ്പോണ്ടർ എന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ് റെൻറ്റിനെടുത്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഹ്യൂജ് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ ചാനൽസിനെല്ലാം ഗവൺമെൻറ് സെക്ടറിലോട്ട് ട്രയലോട്ടൊക്കെ നമ്മൾ വലിയ ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ഇത്രയാണ് ബേസിക്സ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കൂടുതൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷനുമായി ബേസ് ചെയ്ത് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഫോർ എക്സാം പർപ്പസ് ഓൺലി, ഫോർ എൻട്രൻസ് പർപ്പസ് ഓൺലി. ഈ വർഷം JEE എഴുതുന്ന കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ JEE എഴുതുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ. ബോർഡ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനും ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. JEE സ്റ്റുഡൻസ് ആണ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് JEE എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവരും ഇതിലൂടെ ഒന്ന് മൂവ് ചെയ്യണം. അപ്പോൾ അത്ര ടഫ് ചാപ്റ്റർ അല്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.